മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ വിടുതലിൻ്റെ ചില ടൂൾസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൂടി വരുന്ന ശക്തിയെക്കുറിച്ചും ഒക്കെയാണ്. ആദ്യം പറഞ്ഞത് നമ്മൾ പവർ ഓഫ് സാൽവേഷൻ, രണ്ടാമത് പവർ ഫ്രം ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തത്താലുള്ള ശക്തി. അതെല്ലാം എന്തിനാണ്? നമ്മളെ വീണ്ടെടുക്കാനും വിടുവിക്കാനുമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പെട്ടെന്ന് വന്നു കയറിയത് നമ്മുടെ മനസ്താപം അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് ഏത് രീതിയിലാണ്. പാപം ക്ഷമിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പാപം ക്ഷമിക്കാത്ത അവസ്ഥകൾ പലപ്പോഴുമുണ്ട്. അതുകൊണ്ട് റിപ്പൻറ്റൻസും ഫൊർഗീവ്നെസ്സും, മാനസാന്തരവും പാപക്ഷമയും, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിവറൻസ് ടൂൾസുകളാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള പാപവും മറ്റുള്ളവരോടോ രണ്ടുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഏറ്റുപറയുകയും ക്ഷമിക്കുകയും വേണം. നമുക്കറിയാം, ഈ ക്ഷമ പറയുന്ന ഫൊർഗീവ്നെസ് ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഹീലിംഗ്. നമ്മുടെ ജീവിതങ്ങളിലെ ഹീലിങ്, നമ്മുടെ കാര്യങ്ങൾ അസുഖങ്ങൾ, രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ ഉണ്ടാവണമെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഹീലിംഗ് വരണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഫൊർഗീവ്നെസ്, ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ മാനസാന്തരപ്പെടണം. ഈ മാനസാന്തരവും ആവശ്യമാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ പേര് തന്നെ മെറ്റനോയ മിനിസ്ട്രീസ് ആണ്. മെറ്റനോയ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ രൂപാന്തരമാണ്. അത് ഏറ്റവും പ്രധാനമാണ്. അതാണല്ലോ അത് ഇന്ന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അതാണ് കാരണം മാനസാന്തരപ്പെടുക എന്നുള്ളത്. പഴയ നിയമത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പല പ്രവാചകന്മാരും മാനസാന്തരപ്പെട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് ആണ് പ്രസംഗിച്ച്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പഠിപ്പിച്ചു അതാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ളതാണ്. പത്രോസ് പ്രസംഗിച്ചോ അത് തന്നെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. സോ മനസ്സിൻ്റെ വ്യത്യാസം, മനസ്സിൻ്റെ അന്തരം, അത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ മാനസാന്തരമാണ് ആവശ്യം. കാരണം ഇന്ന് പോകുന്ന ഡയറക്ഷനിൽ നിന്ന് തിരിച്ചു വരിക, ആ ഡയറക്ഷനിൽ പോയാൽ കുഴിയിൽ പോവും, ആപത്തിൽ പോവും, അവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത്, അതാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മീഖ 7:18-19 വാക്യങ്ങളിലെ അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ഈ അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. ഈ ദൈവത്തിൻ്റെ ഒരു മഹാമനസ്കനായിട്ട്, അല്ലെങ്കിൽ ദയ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് ദീർഘക്ഷമയും ക്ഷമിക്കുന്ന ഒരു ദൈവം പാപങ്ങൾ നമ്മളോട് ഓർക്കാതെ വണ്ണം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ടുകളയുമെന്ന് പറഞ്ഞ ഭാഗം നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോഴേ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ റിപ്പൻറ്റ് ചെയ്യണം. റിപ്പൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക. അത് നമുക്ക് പാപത്തെക്കുറിച്ചൊരു ദുഃഖം വരണം. അതാണ് ഏറ്റവും ആവശ്യം, പാപത്തെക്കുറിച്ചുള്ളൊരു ദുഃഖം. 2 കൊരിന്ത്യർ 7:10 പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. 2 കൊരിന്ത്യർ 7:10 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഗോഡ്ലി സോറോ വർക്കത്ത് റിപ്പൻറ്റൻസ് ടു സാൽവേഷൻ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ഇന്ന് ദുഃഖമുണ്ട്, എന്നാൽ കാരണം ഈ പാപമൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമൊക്കെ വരും, അത്രേ ഉള്ളൂ, അതിനകത്ത് തീർന്നു. അങ്ങനെയല്ല. ജെന്യുവിനായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു ദുഃഖം, ആ ദുഃഖം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരണം.
നമ്മുടെ ചിന്തകൾ മാറണം. അതാണ് ഇന്നത്തെ കാര്യം. നമ്മളെ ചിന്തകൾ മാറണം. മാറിയെങ്കിൽ മാത്രമേ തിങ്ക് ഡിഫറൻ്റ്ലി, സാധാരണ ഉള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല, ഇന്ന് വ്യത്യസ്തമായി ചിന്തിക്കണം. ദൈവം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് പറയുന്നതാണ് അവിടെ കൂടി ജനങ്ങളോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി. യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ഈ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അവർ റിലീജിയസ് ആയിട്ടാണ് ഇന്ന് പലപ്പോഴും ചിന്തിക്കുന്നത്. സഭായോഗങ്ങളിൽ പോവുക, കൈയടിച്ച് പാടുക, ഇമോഷണലാകുക, ചിലപ്പോഴിങ്ങനെ ആ പാട്ടിൽ തന്നെ അങ്ങനെയാവും. വർഷിപ്പല്ല നടക്കുന്ന പലയിടത്തും. അതുപോലെ പള്ളികളിൽ പോകുന്നവർ റിലീജിയസ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. അവരെന്താണ് ചെയ്യുന്നത്? ആ ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നു, ഒരു പ്രശ്നമില്ല, എല്ലാം കഴിഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല. പാപം ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാകുകയാണ്. ഒരാഴ്ച പള്ളിയിൽ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച സഭായോഗത്തിൽ പോയി കഴിയുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള പ്രയാണമല്ല, പാപം ചെയ്യാനുള്ള ധൈര്യം കൂടുകയാണ്. എന്താണ്? ഓ, കൃപയിലല്ലേ, എല്ലാം കൃപ കൃപ, ഇപ്പോൾ പാപം ചെയ്യാം, പിന്നെ മാനസാന്തരപ്പെടാം. ഈ ഒരു ചിന്ത ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ വിശ്വാസികളുടെ ഇടയിൽ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പൻറ്റൻസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അനുതാപം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവം ദാനമായിട്ടാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്. അല്ല നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല പാപത്തെ ക്ഷമിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോഴേ ദൈവം ചെയ്യുന്ന ഒരു ആക്റ്റാണത്, നിൻ്റെ പാപത്തെ ക്ഷമിച്ചു എന്ന്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? നീ പാപത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്, വീണ്ടും ആ പാപം പോയി ചെയ്യുന്നതുകൊണ്ടല്ല. എന്നാൽ നീ വീണ്ടും ആ പാപം പോയി ചെയ്യുമ്പോഴേ നിൻ്റെ മനസ്സ്, നിൻ്റെ ഹൃദയം കഠിനമായി പോവുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നവർ സൂക്ഷിക്കുക. നീ പാപം ചെയ്തതിന് ശേഷം നീ മാനസാന്തരപ്പെടുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയില്ല. പാപം ചെയ്തു കഴിഞ്ഞിട്ട് നീ മാനസാന്തരപ്പെടുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയുമില്ല. നിൻ്റെ ഹൃദയം കഠിനപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ പാപത്തിൽ ജീവിക്കുന്നവർ. 1 ചെയ്തു, 2 ചെയ്തു, പിന്നെയും ആ പാപം ചെയ്ത് അതൊരു ലൈസൻസ് പോലെയായി. കർത്താവ് ക്ഷമിക്കുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് ദീർഘക്ഷമയുള്ള ദൈവമാണ്, അവൻ ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേ, ആ പാപം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ഹാർഡായിപ്പോവും. മനസ്സ് ഹാർഡായിപ്പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇന്ന് അനേക വിശ്വാസികൾ ചില അഡിക്ഷൻ, ചില വൈസസ് അനേക വർഷങ്ങളായിട്ട് ജെനുവിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. ജെനുവിനായിട്ട് ഫൈറ്റ് ചെയ്ത്, ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, ജെനുവിനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. എന്താണത് അങ്ങനെ വന്നിരിക്കുന്നത്? അവർക്ക് ദൈവവചനം അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, എല്ലാം അറിയാം, ശുശ്രൂഷയെല്ലാം അറിയാം, ദൈവത്തിൻ്റെ ഗിഫ്റ്റും ഉണ്ട്, ദാനങ്ങളും ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലതായിട്ടുള്ള ബോണ്ടേജിൽ ഇന്നും കെട്ടപ്പെട്ടിരിക്കുകയാണ്. ചില കെട്ടുകൾ പൊട്ടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ശുശ്രൂഷരെ കുറിച്ചാണ് പറയുന്നത്, സാധാരണ ജനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ശുശ്രൂഷരെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അവരുടെ ഹൃദയം കഠിനമായിപ്പോയി, കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസായി മാറി. അതുകൊണ്ടൊരു കാര്യം ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയുകയാണ്, എന്നെ കാണുന്നവരോട് പറയാണ്, പാപവുമായിട്ട് അധികം കളിക്കരുത്, അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ്. പാപവുമായി കളിക്കരുത്, അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ്.
അതുകൊണ്ട് പാപത്തോട് ചേർന്ന് ആ ഏറ്റുപറച്ചിലും കൂടി ആവശ്യമാണ്. ഏറ്റുപറയുക, ദൈവത്തോട് ഏറ്റുപറയുക, കർത്താവേ എന്നെക്കൊണ്ട് ക്ഷമിക്കണം, എന്നെക്കൊണ്ട് വയ്യ. അത് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യാന്നല്ല, എന്നിട്ട് മനസ്സ് പുതുക്കണം, മാനസാന്തരം. ഈ ഏറ്റുപറച്ചിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഐ ആം ദ ഓണർ ഓഫ് ദ ഫോൾട്ട്. അതിൻ്റെ ഓണർ ഞാനാണ് ആ പാപം ചെയ്ത് അതിൻ്റെ ഓണർ ഞാനാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് ഉള്ളത്. അതുകൊണ്ട് പാപത്തോടുകൂടി കളിക്കരുത്. നേരത്തെ പറഞ്ഞ് ദോഷങ്ങളാൽ പരീക്ഷിക്കരുത്. ദോഷങ്ങളെ കൊണ്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കരുത്, ആ ദോഷം ശരിയാവുമല്ലോ എന്ന്. കിണറ്റിച്ചാടിയ ചാവുമോ എന്ന് അറിയാനായിട്ട് ആരെങ്കിലും എടുത്ത് കിണറ്റിച്ചാടുമോ? ഇല്ല. കിണറ്റിച്ചാടിയ ചാവുമെന്ന് പരീക്ഷിക്കുകയാണ്, എടുത്ത് കിണറ്റിച്ചാടും. അല്ല, തൂങ്ങിയാൽ മരിക്കുമോ എന്നറിയാൻ വേണ്ടി ആരെങ്കിലും പോയി തൂങ്ങുമോ? തൂങ്ങിക്കഴിഞ്ഞാൽ മരിക്കും, ഉറപ്പാണ് എന്ന് പറയുന്ന പോലെ പാപങ്ങളാൽ നമ്മളെ പാപം ഇട്ട് കളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കാരണം അത് പിശാചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് നിങ്ങളെ കൂട്ടാനായിട്ട്, കൊണ്ടുപോകാനായിട്ട്. അതിൽ നിന്ന് നമ്മൾ റിലീസ് പ്രാപിക്കുന്നത് ഏറ്റുപറച്ചിൽ, പാപക്ഷമ പ്രാപിക്കുകയും നമ്മൾ മാനസാന്തരം വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റുപറയുക, ഹിബ്രുവിലെ യാദ എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ത്രോയിങ് ഓൺ സെൽഫ് ടു മേഴ്സി. കരുണാസമ്പന്നനായ ദൈവം ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളും നമ്മളോട് ക്ഷമിക്കും. എന്നാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചില പാപങ്ങൾ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് പിശാചിന് ഒരു ലീഗൽ റൈറ്റ് കൊടുക്കും. നമുക്കറിയാം, പിശാച് എപ്പോഴും ഒരു ലീഗൽ റൈറ്റാണ് എടുക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്, ലീഗൽ റൈറ്റാണ്. അവനെല്ലാം ലീഗലായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ എന്താണ് പിശാചിൻ്റെ മെയിൻ ജോലി? എന്താണ്? കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഇന്നൊരു പാപം ചെയ്തു എന്നുള്ള രീതിയിൽ പറയാണ്. പിശാചിൻ്റെ ഇയ്യോബിൻ്റെ ഇതുമായിട്ട് ചേർന്ന് പിശാച് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുക. പിശാച്, നീ എവിടുന്ന്? ഞാൻ ഈ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതായത് അവൻ ഇതെല്ലാം ആളുകളെ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് പാപം ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും പിശാച് ഒരു ലീഗൽ റൈറ്റിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിക്കുമ്പോഴേ നീതീകരണം ഉണ്ടെന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ലീഗൽ റൈറ്റ്. അണ്ടർസ്റ്റാൻഡ് പ്ലീസ്, ദാറ്റ് ഇസ് എ ലീഗൽ റൈറ്റ്. ജസ്റ്റിഫിക്കേഷൻ ഇസ് എ ലീഗൽ റൈറ്റ്. അതുകൊണ്ട് ആ ലീഗൽ റൈറ്റിന് എതിരായിട്ട് പിശാച് വേറൊരു റൈറ്റിന് വേണ്ടി നോക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. 1 യോഹന്നാൻ 1:9 പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. സോ ഹീസ് ആൻ അഡ്വക്കേറ്റ് ഫോർ അസ്. നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്ന ഒരു ദൈവം യേശു, നമുക്ക് വേണ്ടി പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം. ആ യേശു കാൽവറി ക്രൂശിൽ പാപയാഗമായി തീർന്ന് നമ്മളെ വീണ്ടെടുത്തെങ്കിലും ഇപ്പോഴേ നമ്മൾ പാപം ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം. അവിടെ റിപ്പൻറ്റൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളത്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ റിപ്പൻറ്റൻസിൻ്റെ ഒരു പാർട്ട് ഇന്ന് തീരും, നമുക്ക് തുടർമാനമായിട്ട് ചിന്തിക്കാം. അതിനകത്ത് റിപ്പൻറ്റൻസിനകത്ത് ബുദ്ധിപരമായി എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ടും ഒരു വൈകാരികമായിട്ടും ഉള്ള ഓരോ കണ്ടൻറ്റുണ്ട്. ലോജിക്കൽ എന്ന് പറയുന്ന ബുദ്ധിപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇൻ്റലക്ച്വലായിട്ട് പറയുന്നതും ഇമോഷണലായിട്ട് പറയുന്നതുമായിട്ടുള്ള 2 കാര്യങ്ങൾ. കാരണം തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ സോറി, ഇപ്പം അപ്പനൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു, അപ്പനോട് ഒരു കാര്യം ചെയ്യരുതെന്ന് മോൻ പറഞ്ഞ് മോൻ അത് ചെയ്തപ്പോൾ അപ്പൻ്റെ ഇടയ്ക്ക് ഞാൻ ഡാഡി ഐ എം സോറി എന്ന് പറയുന്നത് ആദ്യം പറയുന്ന വലിയ ഇമോഷണലായിരിക്കും. എന്നാൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവസാനം കുറച്ച് കഴിയുമ്പം ഡാഡി സോറി ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ വൈകാരികമായിട്ടുള്ള ഇമോഷണലായിട്ടൊരു കണ്ടൻറ് അതിനകത്തില്ല. മനസ്സിലാക്കണം, ഇമോഷണലായിട്ടൊരു കണ്ടൻറ് അതിനകത്തില്ല. അതുകൊണ്ട്
പാപം ചെയ്യുമ്പോൾ അത് ഏറ്റു പറയാന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇമോഷണൽ കണ്ടൻറ്റും കൂടെ അതിനോട് വരുമ്പോഴാണ് ആ ഏറ്റുപറച്ചിൽ പൂർണ്ണമാകുന്നത്. നമുക്ക് തുടർമാനമായിട്ട് ഇതിനെക്കുറിച്ച് വീണ്ടും കുറച്ചും കൂടി ചിന്തിക്കാനുണ്ട്. നമ്മളിപ്പോഴേ റിപ്പൻറ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്ന ഒരു ടൂളായിട്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറയുകയും അതുപോലെ ക്ഷമ ചോദിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. റിപ്പൻറ്റൻസ് ആൻഡ് ഫൊർഗീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇനി 2-3 എപ്പിസോഡ് കൊണ്ടേ തീരുള്ളൂ. ദിസ് എ ടൂൾ ഫോർ ഡെലിവറൻസ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പാപങ്ങൾ ജീവിതത്തിൽ ഏറ്റുപറയാതെ കിടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും പാപങ്ങൾ റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായി ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. ഏത് പാപത്തെയും ക്ഷമിക്കാനായിട്ട് ദൈവം പ്രിപ്പയർഡായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ മീഖയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാണ്. അവനെ നമ്മുടെ പാപങ്ങളെ അഗാധമായ കടൽ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് തള്ളിക്കളയും. അതുകൊണ്ട് ഈ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഇന്നൊന്ന് ഏറ്റുപറയുക. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിലുള്ളവർ, രക്ഷിക്കപ്പെട്ട ആളുകൾ പാപത്തിൽ തുടരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പിശാചിൻ്റെ ഒരു ലീഗൽ റൈറ്റ്, ഒരു ഗേറ്റ് വേ ആണ് അവരുടെ ജീവിതത്തിൽ. അത് എന്ത് സംഭവിക്കും? അതൊരു ബോണ്ടേജ് കൊണ്ടുവരും. പാപം ചെയ്യുന്ന ഇത് മാത്രമല്ല, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി അത് തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ പാപം ചെയ്യുമ്പോൾ അതൊരു ബോണ്ടേജ് കൊണ്ടുവരും. ആ ബോണ്ടേജാണ് പല രീതിയിലുള്ള പ്രോഗ്രസ്സിനെ നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അതാണ് ചില കാര്യങ്ങളെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നതാണ് കാരണം. അതുകൊണ്ട് ഈ ബോണ്ടേജിനെ പൊട്ടിക്കാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ആ പാപം, ആ മുറുകെ പറ്റുന്ന പാപം ഏതായാലും ഇന്ന് രാത്രികാലം ഇത് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് ഉപേക്ഷിക്കാനായിട്ട് ഒരു ഏറ്റുപറച്ചിൽ ഇന്ന് നടക്കണം. അത് മാത്രമല്ല, പോയതുപോലെ ഏറ്റുപറയല്ല, തിരിഞ്ഞു വരണം. എങ്ങനെയാ? മുടിയൻ പുത്രൻ പോയി അവിടെ ഇരുന്ന് അവന് ബോധം വന്നു കഴിഞ്ഞപ്പം അവിടെ ഇരിക്കുകയല്ലായിരുന്നു, അവൻ അപ്പൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു പോയപ്പോഴെന്താ അവിടെ സംഭവിച്ചേ? അതാണ് ശരിക്കുമുള്ളൊരു മാനസാന്തരം. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ എഴുതിയിരിക്കുന്ന അന്ന് മുതൽ അവർ ആഘോഷിച്ചു തുടങ്ങി, സന്തോഷിച്ചു തുടങ്ങി. നേരത്തെ സന്തോഷമില്ലായിരുന്നു, അവൻ തിരിച്ചു വന്നപ്പോഴേ സന്തോഷിച്ചു തുടങ്ങി. അതാണൊരു പൂർണ്ണ മാനസാന്തരം. അതുകൊണ്ട് നമ്മുടെ റിപ്പൻറ്റൻസ്, മാനസാന്തരം ഇന്ന് ആ രീതിയിലാകണം. അല്ലാതെ കുറച്ചൊക്കെ ചെയ്തു, സൺഡേയിൽ പോയി വർഷിപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു വീണ്ടും അതേ പാപം ചെയ്തു, അങ്ങനെയല്ല. നമ്മുടെ ജീവിതങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ശരിയായിട്ടുള്ളൊരു മാനസാന്തരം ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ. ശരിയായൊരു മാനസാന്തരം, ഇമോഷനോടുകൂടി വൈകാരികമായിട്ടുള്ളൊരു മാനസാന്തരം, ബുദ്ധിപരമായിട്ടുള്ളൊരു ഏറ്റുപറച്ചിലല്ല കർത്താവേ. എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതല്ല, പന്നി പോയി വീണ്ടും ആ ചെളിക്കുഴി വീഴുന്നത് പോലല്ല കർത്താവേ. അതിൽ എൻജോയ് ചെയ്യാനല്ല കർത്താവേ. കർത്താവേ, നീ കാൽവറി ക്രൂശിലെ നിൻ്റെ രക്തത്താൽ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. പിശാചിന് വീണ്ടും ഒരു ഇടം കൊടുക്കാതെ, ഒരു ലീഗൽ റൈറ്റ് കൊടുക്കാതെ, ആ പാപത്തിന് വേണ്ടി നീ കാൽവറിയിൽ യാഗമായി തീർന്ന് നിൻ്റെ രക്തമൊഴിച്ച് ശുദ്ധീകരിച്ചതുപോലെ കർത്താവേ, ഇപ്പോഴും നീ അത് പറയുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അത് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീ വിശ്വസ്തനും നീതിമാനുമായി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തെ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമായിട്ട് സ്തോത്രം. അതുകൊണ്ട് വിശ്വസ്തയോട് ഞങ്ങളിത് ഏറ്റുപറയുകയാണ്. ഞങ്ങളെ മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപങ്ങളെ, ക്ഷമിക്കപ്പെടാതെ ഇരിക്കുന്ന പാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നീ കഴിയുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബോണ്ടേജുകളെ നീ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടുകൂടെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ വലിയ വിടുതൽ ദൈവം തരും, അനുഗ്രഹിക്കും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം, വിടുവിക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് ശരിക്കും നമുക്കൊരു മാനസികമായി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ളൊരു ക്ലെൻസിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ മനസ്സിലും ആത്മാവിലുമുള്ളൊരു ക്ലെൻസിങ് ആണ് ഈ സെഷൻ വഴിയൊക്കെ നടക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലെ മാനസിക സൗഖ്യം, അതാണ് ഇതിലേക്ക് നമ്മൾ നടത്തുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ടൂളാണ് നമ്മുടെ ബോണ്ടേജുകൾ പൊട്ടാനായിട്ട്. നിങ്ങൾ എന്നോട് കൂടെ 40 ദിവസം 50 ദിവസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വേറൊരു മനുഷ്യരായിരിക്കും. നിങ്ങളൊരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ആയിരിക്കുമെന്ന് ഞാൻ വീണ്ടും പൂർണ്ണമായിട്ട് പറയാം.
അതുകൊണ്ട് ഇത് തുടർമാനമായി കാണണം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇടുകയോ ചെയ്തിട്ട് യെസ് അല്ലെങ്കിൽ ഒരു ആമീൻ ഇടുകയോ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു തെളിവായിട്ട് ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയാലും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ അനേകം ആളുകൾ കേൾക്കേണ്ടതാണ്. ഈ ലിങ്ക് നിങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം എന്താണ് യഥാർത്ഥ മാനസാന്തരം എന്നൊക്കെ ഉള്ളത് മനസ്സിലാവണം. ഇത് ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപയിൽ സൂക്ഷിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.